വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2025 നടന്ന മൂന്നാമത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2025 നടന്ന 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ 2 വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണണേ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 017/2025 ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ 7ാം പട്ടിക ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 7ാം പട്ടികയിൽ പറയുന്നത് ലിസ്റ്റുകളെ കുറിച്ചാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയെക്കുറിച്ചാണ് ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിനെയും യൂണിയൻ ലിസ്റ്റിനെയും പറ്റി പരാമർശിക്കുന്നു. അടുത്തത്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. അത് ശരിയാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം. ഈ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. അതും ശരിയാണ്. 3. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. അതും ശരിയാണ്. 4. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്യനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. അതും ശരിയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ കേരള നടനം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്ഥി സുബ്ബ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ഓക്കെ, കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്ഥി സുബ്ബ, ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത്, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ത്? അപ്പോൾ ലിഗ്നോസാറ്റ് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. അപ്പോൾ ലിഗ്നോസാറ്റ് ഏത് രാജ്യത്തിൻ്റെ ഉപഗ്രഹമാണ്? ജപ്പാൻ്റെ ഉപഗ്രഹമാണ്. ഓക്കെ, ജപ്പാനാണ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് നിർമ്മിച്ചത്. അടുത്തത്, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഓക്കെ, വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ എന്നിവ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഉൾപ്പെടാത്തത് ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം എന്താണ്? ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോടിനാണ് സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത്. അടുത്തത്, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമായിരുന്നു തിരികെ സ്കൂളിലേക്ക്.
അടുത്തത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. അത് തെറ്റാണ്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നുണ്ട്. സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2, താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. അത് ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കുള്ളത്. 3, ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. അതും ശരിയാണ്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത്, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ഗണതന്ത്ര മണ്ഡപം. അടുത്ത ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉള്ളതാണ്. അത് PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. അപ്പോൾ ഓപ്ഷൻ ബിയിലുള്ള കോസി ഏത് നദിയുടെ പോഷക നദിയാണ്? കോസി ഗംഗയുടെ പോഷക നദിയാണ്. തീസ്ത ഏത് നദിയുടെയാണ്? തീസ്ത ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് തീസ്ത. സോൺ ഗംഗയുടെ പോഷക നദിയാണ്. കോസിയും സോണും ഗംഗയുടെ പോഷക നദിയാണ്. തീസ്ത ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അടുത്തത്, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. റാബി വിളയുടെ ശരിയായ വിളയിറക്കൽ കാലം ഓപ്ഷൻ സി ആണ്. നവംബർ മധ്യത്തോടെയാണ്. നവംബർ മധ്യത്തോടെയാണ് റാബി വിളകൾ വിളവിറക്കുന്നത്. അപ്പോൾ റാബി വിളകൾ വിളവെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അപ്പോൾ പ്രധാനപ്പെട്ട റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. ബാർലിയും പ്രധാന റാബി വിളയാണ്. അടുത്തത്, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഓപ്ഷൻ ബി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയാണ്. റൂർക്കേലയാണ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇരുമ്പുരുക്കുശാല. അപ്പോൾ ഭിലായ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിതമായത്? ഭിലായ് റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലയാണ്. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചതാണ്. ഭിലായും ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലകളാണ്. റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്തത്, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? അപ്പോൾ സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത്. അടുത്തത്, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അടുത്തത്, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയായിരുന്നു കോത്താരി കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ. ത്രിഭാഷാ പദ്ധതി കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം.
അടുത്തത് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി ആണ് പറവൂർ. ഓക്കെ, കേരളത്തിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ലിഗ്നൈറ്റ് ആണ്, ലിഗ്നൈറ്റ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. അപ്പോൾ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം ശരിയാണ്. അപ്പോൾ കുമാരഗുരുദേവൻ സമത്വ സമാജം അതാണ് തെറ്റായിട്ടുള്ളത്. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത? ഓപ്ഷൻ ഡി ആണ് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ആണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി ആണ് അബനീന്ദ്രനാഥ ടാഗോർ ആണ്, അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപം? ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയ് ആണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ സി ആണ് 1936 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം. അപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്, ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ബാസപ്പ ദാനപ്പ ജട്ടി. BD ജട്ടി ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 51(4). ഓക്കെ, അനുച്ഛേദം 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം, ഭത്ത എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ? ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ 97 ആണ്.
ഓക്കെ, ആർട്ടിക്കിൾ 97 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 97. അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം. അത് തെറ്റാണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ച പാടില്ല. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. അത് ശരിയാണ്. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. അതും ശരിയാണ്. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻറ്റ് നിയമം വഴി തീരുമാനിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ ആണ്. വിവരാവകാശ കമ്മീഷൻ ഘടന. വിവരാവകാശ കമ്മീഷൻ്റെ ഘടന. ആൻസർ ഓപ്ഷൻ സി ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ്. വി ഹരിനായർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. NH 66 മുംബൈ ടു ഗോവ. NH 66 മുംബൈ ടു ഗോവ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിനെ ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 39B ആണ്. അനുച്ഛേദം 39B. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല. ഓപ്ഷൻ ഡി ആണ്. ആലപ്പുഴയാണ്. ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അടുത്തത് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ഓപ്ഷൻ ബി ആണ്. 34 കായലുകളുണ്ട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. ഓപ്ഷൻ ബി ആണ്. മഞ്ചേശ്വരം പുഴയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ഓപ്ഷൻ എ ആണ്. കല്ലട. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ഓപ്ഷൻ സി ആണ്. ഗീഫോർഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻസിലില്ല. വാഗൻ ട്രാജഡി നടന്നത് ഏത് വർഷമാണ്? 1921 ഓക്കെ, 1921 നവംബർ 19 വാഗൻ ട്രാജഡി നടന്നത്. അടുത്തത് പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി ആണ്. VT ഭട്ടതിരിപ്പാടാണ്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹകരണ സമര പ്രചരണാർത്ഥം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. പാലിയം സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്?
ഓപ്ഷൻ ഡി ആണ്. 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഒരേ വർഷം ജനിച്ചവർ ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ്. ഏത് വർഷമാണ്? 1863 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരമാണ്. മൊറാഴ സമരം ഏത് ജില്ലയിലായിരുന്നു? കണ്ണൂർ ജില്ലയിലായിരുന്നു. കരിവെള്ളൂർ സമരവും കണ്ണൂർ ജില്ലയിലായിരുന്നു. പുന്നപ്ര വയലാർ സമരം എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാണ് AV കുട്ടിമാളു അമ്മ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവനാണ്. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ ശരീരതുലന നില പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, സെറിബെല്ലാണ് ശരീരതുലന നില പാലിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഓപ്ഷൻ എ ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. ഓക്കെ, ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ്. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേയസ് ആണ്. അടുത്തത് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ സി ആണ്. പെരിയോസ്റ്റിയമാണ്. പെരിയോസ്റ്റിയമാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. അടുത്തത് മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ജീവകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ. അടുത്ത ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്തത് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഓപ്ഷൻ ബി ആണ്. വൈറസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തതാണ്. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏത്? സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഓപ്ഷൻ ബി ആണ്. ഹൃദയം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. ഖരം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഊർജത്തിനാണ്. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. രാസഫലമാണ്. അടുത്തത് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ്. 1.62 m/s². 1.62 m/s² ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? പ്ലം പുഡിംഗ് മാതൃക JJ തോംസൺ ആണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഓപ്ഷൻ സി ആണ്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. സദിശ അളവ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. പ്രവേഗമാണ്. ദൂരം, വേഗം, സമയം എന്നിവ അദിശ അളവുകളാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ടാർട്രസിനാണ്. ടാർട്രസിൻ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ പ്രതീകമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.